എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ ആരോടും ഒന്നിനോടും ഒരു പരാതിയും പരിഭവങ്ങളുമില്ലാതെ ഒരാളാവാൻ സാധിക്കുമോ? അങ്ങനെ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് മൈൻഡുള്ള ഒരാളാവാൻ സാധിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലും ഒരു വലിയൊരു പോസിറ്റീവ് വൈബ്രേഷൻ കടന്നു വരുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ അതൊരു ഘടകമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ ചുറ്റിലും നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഒരുപാട് വ്യക്തികളും സാഹചര്യങ്ങളും ഉള്ളപ്പോൾ ആരോടും പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത ഒരാളായി മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ പ്രാക്ടിക്കലാണ്. മനസ്സ് വെച്ചാൽ നമുക്കതൊക്കെ സാധ്യവുമാണ്. അങ്ങനെ സാധ്യമാക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ. ഞാനും നിങ്ങളുമടക്കം നമ്മളെല്ലാവരും ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കടന്നു വരണം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അല്ലാതെ എല്ലാം തികഞ്ഞ ഒരാളായിട്ട് ഞാനിവിടെ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കുന്നു എന്ന നിലയിലല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടതും. പക്ഷെ അതിന് നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നറിയാം? നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരുപാടേറെ സ്നേഹിക്കാനാവണം. അതായത് നമ്മുടെ ജീവിതത്തെ നമുക്ക് പ്രണയിക്കാനാവണം. നമ്മുടെ ജീവിതത്തെ നമുക്ക് പ്രണയിക്കാൻ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ജീവിതത്തെ നമുക്ക് ആദ്യം ആസ്വദിക്കാൻ പറ്റണം, അല്ലേ? എന്നാൽ അത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വളരെ ലളിതവൽക്കരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ബിഹേവ് ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തെ വളരെ സിമ്പിളായിട്ട് കാണാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ചുരുക്കം. എങ്ങനെയാണ് നമുക്ക് ജീവിതത്തെ സിമ്പിളാക്കാനാവുക? ജീവിതത്തെ സിമ്പിളാക്കുന്നത് ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ എടുക്കാൻ മറന്നു. നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക? ദേഷ്യം വരും, മടുപ്പ് തോന്നും, അല്ലേ? മനസ്സിന് വലിയ അസ്വസ്ഥത ഫീൽ ചെയ്യും. എന്നാൽ അതിന് പകരം ഒന്ന് മാറി ചിന്തിച്ചു നോക്കിയേ. ഓർമ്മ എന്നതുപോലെ തന്നെ മറവിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ പഠിക്കേണ്ടതില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയേ പറ്റും. നമ്മൾ മറന്നുപോയ സാധനം എടുത്തുകൊണ്ട് വന്നാലേ ഇന്നത്തെ കാര്യം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ പോകണം, തീർച്ചയായിട്ടും എടുത്തുകൊണ്ട് വരിക വേണം. പിന്നെ എന്തിനു നമ്മൾ മടുപ്പ് കാണിക്കണം? ജീവിതത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നിടത്താണ് ജീവിതം ലളിതമാകുന്നതും ജീവിതം മനോഹരമാകുന്നതും. അതല്ലാതെ നമുക്ക് പറ്റിയ ഒരു അബദ്ധത്തിൻ്റെ പേരിൽ മടുപ്പും വെറുപ്പും ദേഷ്യവും കാണിക്കുമ്പോൾ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവുകയും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യും എന്നല്ലാതെ മറ്റൊരു ഗുണവും നൽകില്ല. നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി, പ്രതീക്ഷയോടെ പോയതാണെങ്കിലും നമ്മളതിൽ പരാജയപ്പെട്ടു. മനസ്സ് അസ്വസ്ഥമാവും, ദേഷ്യപ്പെടും, നമ്മൾ ഭാഗ്യമില്ലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. അതിന് പകരം ഒന്ന് മാറി ചിന്തിച്ച് നോക്കിയേ. ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്, കുറേ പേർക്ക് കിട്ടിയിട്ടില്ല. അതിലൊരാളാണ് ഞാനും. അടുത്തൊരു ഇൻ്റർവ്യൂവിന് ഇതിനേക്കാൾ മികച്ചൊരു ഇൻ്റർവ്യൂവിൽ ഇതിനേക്കാൾ മികച്ചൊരവസരം സ്വന്തമാക്കാനാവും എന്ന വിശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാലോ ജീവിതം വളരെ രസകരമാവും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് കുറച്ചുകൂടി ബിൽഡ് ചെയ്യപ്പെടും. നമ്മൾ കുറച്ചുകൂടി മെച്യൂർഡ് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ ടെൻഷനൊന്നുമില്ലാതെ നല്ലൊരു ബിരിയാണിയും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് കയറി വരാൻ നമുക്ക് പറ്റും. ഇവിടെയാണ് ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്ന് പറയാൻ കാരണം. നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ പുറത്ത് പോകുമ്പോൾ നമുക്കറിയാം വാഹനമാണ്, തട്ടും മുട്ടും അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാൽ നടു റോഡിൽ വെച്ച് ബഹളമുണ്ടാക്കുന്ന സാഹചര്യങ്ങളല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിന് പകരം, ബഹളമുണ്ടാക്കുന്നതിന് പകരം, പരസ്പരം ഞാനാണ് ശരിയെന്ന് വാദിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വിട്ടുവീഴ്ചകളിലൂടെ, സമചിത്തതയോടെ, നല്ല രീതിയിൽ, സ്നേഹത്തോടെ, മുന്നിൽ നിൽക്കുന്ന ആൾക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് സംസാരിച്ചു നോക്കിയേ. ആ പ്രശ്നം അവിടെ മനോഹരമായി പരിഹരിക്കപ്പെടുന്നത് കാണാൻ പറ്റും. ഈ പാർക്കിംഗ് പ്ലേസിലൊക്കെ ഇങ്ങനെയൊരു സാഹചര്യം, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? റോങ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മളവരെ തെറിയും പറഞ്ഞിട്ട് മടങ്ങിപ്പോവും, അല്ലേ? അതിന് പകരം അയാൾ കാണിച്ച അബദ്ധത്തെ ചിരിച്ചുകൊണ്ട് ഒന്ന് പ്രതികരിച്ചു നോക്കിയേ, അല്ലെങ്കിൽ മനസ്സിൽ ചിരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അയാൾ കാണിച്ച അബദ്ധത്തെക്കുറിച്ച്. അപ്പോഴല്ലേ ജീവിതം സുന്ദരമാവുന്നതും സമാധാനപൂർണ്ണമാവുന്നതും
കുറെ കൂടി ഭംഗിയായി ജീവിതം ഒഴുകുന്നതും. ഇവിടെയാണ് ജീവിതത്തെ നിസ്സാരവൽക്കരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. സിമ്പിളായി കാണാൻ പഠിക്കുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ആവശ്യമില്ലാതെ വഴക്കുകൾ കൂട്ടിച്ചേർത്ത് ജീവിതത്തിൻ്റെ ഭംഗി കളയാതിരിക്കുക. ഈ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരുപാട് പരിഭവങ്ങളും പരാതികളും പറഞ്ഞു നടക്കാറില്ലേ നമ്മളൊക്കെ? ചിലപ്പോഴൊക്കെ ഭാര്യ ഭർത്താവിനോട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും. ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയിരിക്കും അല്ലേ? അതിന് പകരം നമ്മൾ വളരെ മനോഹരമായി അതിനൊന്ന് ഹാൻഡിൽ ചെയ്ത് നോക്കിയേ. മനസ്സിൽ ഇങ്ങനെ ഓരോരുത്തരെ ആലോചിച്ച് നടക്കുമ്പോൾ വീട്ടിലെ കാര്യം എങ്ങനെ ഓർമ്മ വരികയെന്ന് വെറുതെ ഒരു തമാശ രൂപേണ ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ സമയത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് കാണാം. അത് കുറേ കൂടി മനോഹരമാക്കും. മാത്രമല്ല, അങ്ങനെ വളരെ പോസിറ്റീവായ രീതിയിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ വേണമെങ്കിൽ ആ സമയത്ത് തന്നെ തിരിച്ചു പോയിട്ട് മറന്നുപോയ സാധനം വാങ്ങിച്ചു കൊണ്ടുവരും. അതിലപ്പുറം നമ്മൾ കുറ്റപ്പെടുത്തലുകളും വെറുപ്പും ദേഷ്യവും കാണിക്കാനാണ് ആദ്യമേ ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? റിയാക്ഷൻ. എന്നാൽ പിന്നെ നീ തന്നെ പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും അല്ലേ? തീർച്ചയായിട്ടും ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ മനോഹരമായി ബിഹേവ് ചെയ്യുക, വളരെ സിമ്പിളായി ബിഹേവ് ചെയ്യുക. ഇവിടെയാണ് പ്രത്യേകിച്ച് ആരോടും പരാതികളും പരിഭവങ്ങളും ഒന്നും സൂക്ഷിക്കാതെ ഒരു വ്യക്തിയാവണമെന്ന് പറയുന്നതിൻ്റെ ചുരുക്കം. ഞാൻ ഒരു ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. അവിടെ അവൻ്റെ വൈഫുണ്ട്, അവൻ്റെ അമ്മയുണ്ട്, പിന്നെ ചെറിയൊരു മോളും. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ച് ചായയൊക്കെ കുടിക്കുന്നിടയിൽ മോള് ഭയങ്കര ആക്റ്റീവാണ്, ഓടിച്ചാടി നടക്കുകയാണ് വീട് മുഴുവൻ. അങ്ങനെ ഓടിച്ചാടി നടക്കുന്നതിൽ ടേബിളിൻ്റെ സൈഡിൽ ഗ്ലാസ് ഉണ്ടായിരുന്നു. നമ്മൾ ചായ കുടിക്കുമ്പോൾ ഗ്ലാസ് തട്ടി താഴെ വീണു, അത് പൊട്ടിയപ്പോൾ അവളുടെ അമ്മ ഓടി വന്നു. സാധാരണ കുട്ടികളോട് വഴക്ക് പറയുമല്ലേ? അപ്പോൾ വഴക്ക് പറയാനും തല്ലാനും ഒക്കെ ഉള്ളൊരു പരുവത്തിലായിരുന്നു അമ്മ ഓടി വന്നത്, അതായത് മോളുടെ അമ്മ. പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ അമ്മ, അതായത് അവളുടെ മോളുടെ അച്ഛമ്മ പറഞ്ഞ മനോഹരമായൊരു ഡയലോഗ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. അത് ആ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് ഒന്ന് ചേഞ്ച് ആക്കി എന്നുള്ളതാണ്. മോളോട് പറഞ്ഞു, ഇപ്പോൾ ചെറിയ കുട്ടിയെ നോക്കിയിട്ട് ഒരു പക്ഷേ ഞാനുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ രസകരമായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്തത്. ഏതായാലും നീ ഒരു ഗ്ലാസ് പൊട്ടിച്ചില്ലേ, എന്നാൽ പിന്നെ 2 പ്ലേറ്റും കൂടി തരട്ടെ, എറിഞ്ഞ് പൊട്ടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് പിന്നെ മോളുടെ അമ്മ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ വൈഫ് ഓടി വന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അറ്റ്മോസ്ഫിയർ മാറി, ദേഷ്യത്തോടെ അടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു, അതൊരു തമാശയായിട്ട് എടുത്തു, രസകരമായിട്ട് അറ്റ്മോസ്ഫിയർ ഹാൻഡിൽ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മോക്ക് അടി കിട്ടും, അവൾ കിടന്ന് കരയാൻ തുടങ്ങും, ഒച്ചപ്പാടും ബഹളമൊക്കെ ആവും, അറ്റ്മോസ്ഫിയർ ആകെ മോശമാവല്ലേ. ഞാൻ പറഞ്ഞത് ഒരു അനുഭവം എന്ന രീതിയിൽ ഈ ഒരു വിഷയവുമായിട്ട് കണക്ട് ചെയ്തെന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ മുന്നിൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ആ സാഹചര്യത്തെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എടുക്കുന്നത്, മനസ്സെങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സാഹചര്യം നമ്മളോട് റിയാക്ട് ചെയ്യുന്നത്. ജീവിതത്തിന് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് ജീവിതം തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് എന്ന് ചുരുക്കം. അതുകൊണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യുക, പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഇതൊക്കെ ജീവിതത്തിൻ്റെ സ്വാഭാവികതയായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ജീവിതം വളരെ വളരെ മനോഹരമായിട്ട് മാറും. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ കമ്പനിയുടെ ഓണർ ചിലപ്പോൾ നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടാവും ഒരുപാട് വട്ടം അല്ലേ? തിരിച്ചും മനസ്സിൻ്റെ ഉള്ളിൽ അത്രയ്ക്കേറെ ദേഷ്യവും വെറുപ്പും സൂക്ഷിച്ച് നടക്കുന്നുമുണ്ടാവും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ്, അത് മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചെറിയ തെറ്റുകൾ പോലും പരിഹരിക്കുവാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് ഏറ്റെടുക്കാനാവണം. ആ സമയത്ത് നമ്മൾ ദേഷ്യവും വെറുപ്പൊന്നും കാണിക്കേണ്ടതില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജോലി കുറച്ചുകൂടി ബെറ്ററാക്കാൻ ശ്രമിക്കുക, തെറ്റുകൾ വരാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ ആൾ തന്നെ കുറേ കഴിഞ്ഞാൽ നമ്മളെ നല്ലത് പറയും. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തെ സിമ്പിളായിട്ട് എടുക്കുക. ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന മോശമായിട്ടുള്ള സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ഒക്കെ, വ്യക്തികളായാലും ശരി, അതിനെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു അനുഭവമായിട്ട്, ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട്, അതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ കാണാൻ ശ്രമിച്ചാൽ നമ്മുടെ മനസ്സ് എത്രത്തോളം സുന്ദരമായിരിക്കും എന്ന് പറയാം. നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കും. വളരെ പോസിറ്റീവ് എനർജി നമ്മുടെ ചുറ്റിലും ബിൽഡ് ചെയ്യപ്പെടും. നമ്മൾ വിജയിക്കുവാൻ ആ ഒരു എനർജി മാത്രം മതി. മറിച്ച് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ മോശമായിട്ടാണ്, നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് കൂടുതൽ കൂടുതൽ അസ്വസ്ഥമാവുകയും അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ താഴ്ചയിലേക്കും തകർച്ചയിലേക്കും തള്ളിയിടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, നല്ല മനസ്സോടെ എല്ലാത്തിനെയും കാണാൻ നമ്മളെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാം വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് കാണാൻ എന്തുകൊണ്ടാണ് സാധിക്കാതെ എന്ന് ആലോചിക്കുന്നുണ്ട്. അതിന് കാരണം നമ്മുടെ മുന്നിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സ്പോട്ടിൽ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ വണ്ടി എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ
2 അങ്ങോട്ടേക്ക് പറയും. പിന്നെ ആ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യപ്പെടുന്നത്? മറിച്ച് നമ്മളൊരു ഗ്യാപ്പ് ഇടണം. ഏത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുക. പെട്ടെന്നുള്ള പ്രതികരണം കൂടുതൽ അപകടകരമായി ഭവിക്കുകയാണ് ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ പരിക്കേൽപ്പിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നം മുന്നിൽ വന്ന് വീണ് കഴിഞ്ഞാൽ, അത് വഴക്കുകളാവട്ടെ, സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവട്ടെ, ഒരു പ്രശ്നം മുന്നിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ റിയാക്ഷൻ കുറച്ച് സാവകാശം എടുക്കുക. അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാനും ഒന്ന് ആലോചിക്കാനും ഒക്കെയുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക. അതിനുശേഷം കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകും. ഒന്നും ആലോചിക്കാതെയുള്ള നമ്മുടെ വാക്കുകളും വാചകങ്ങളുമാണ് ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളെയും വഷളാക്കുന്നത്, നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത പിന്നീട് നഷ്ടപ്പെടുത്തി കളയുന്നത്. ഇത് ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, വലിയ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ബാങ്കിൽ ലോൺ അടക്കാനുണ്ട്, കുറച്ച് മാസത്തെ അടവ് തെറ്റി കിടക്കുകയാണ്, ബാങ്കിൽ നിന്ന് പേപ്പറൊക്കെ വരും. ആ സമയത്ത് നമ്മൾ ഒരുപാട് വറിയിടാവേണ്ട ആവശ്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിനെ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നമ്മളിങ്ങനെ പെട്ടു, ഇനി അതിനുള്ളൊരു പരിഹാരം കാണുക, എന്തെങ്കിലും ഒരു വഴി കിട്ടുമായിരിക്കും എന്ന രീതിയിൽ, മികച്ച രീതിയിൽ, വളരെ പക്വതയോടുകൂടി നമ്മൾ ചിന്തിക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുക. തീർച്ചയായിട്ടും അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുക തന്നെയും. ഇനി അതല്ല, പരിഹാരം കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ടെൻഷൻ അടിച്ചതുകൊണ്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും ആ സാഹചര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. പകരം നമ്മളൊന്ന് കൂളാകുമ്പോൾ നല്ല അവസരങ്ങൾ നമുക്ക് കാണാനും അത് ഉപയോഗപ്പെടുത്തുവാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. ഏതായാലും പറഞ്ഞ് കാട് കയറുന്നില്ല. ജീവിതത്തിൽ നമ്മളൊന്ന് കൂളാവുക. ആവശ്യമില്ലാതെ വഴക്കിടാനോ ബഹളങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ടതില്ല. അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ രസകരമായിട്ട് തന്നെ ഏറ്റെടുക്കുക. ജീവിതത്തിൻ്റെ ഒരു തമാശയായി, ജീവിതത്തിൻ്റെ ഒരു കുസൃതിയായി, ജീവിതത്തിൻ്റെ ഒരു വെല്ലുവിളിയായി രസകരമായിട്ട് നമ്മളതിനെ ഏറ്റെടുക്കാൻ പഠിക്കുക. ഈ പ്രണയമൊക്കെ നഷ്ടപ്പെടുമ്പോൾ നിലവിളിച്ച് കരയുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ? എന്താവശ്യത്തിനാണ്? നിങ്ങൾക്കൊരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒഴിവാക്കിയിട്ട് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ കരയണം എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഈ ലോകത്ത് നിങ്ങളെ സ്നേഹിക്കുവാനും നിങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ചുറ്റിലുമുള്ളപ്പോൾ, ഇനിയുമുള്ളപ്പോൾ എന്തിനാണ് ഒരാൾ നിങ്ങളെ ഒഴിവാക്കി പോയതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നത്? അതുകൊണ്ട് അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുക. അങ്ങനെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിച്ചല്ലോ, ആ പാഠങ്ങൾ എൻ്റെ മുന്നോട്ടുള്ള ലൈഫിന് ഒരുപാട് ഗുണം ചെയ്യുമെന്ന പോസിറ്റീവ് മൈൻഡോടുകൂടി ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുക. ഒപ്പം നമ്മളെ തോൽപ്പിച്ചവർക്ക് നാളെ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങൾ കൊണ്ട് ഞാൻ പ്രതികരിക്കും എന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചോടു കൂടി ജീവിക്കാൻ ശ്രമിച്ചാൽ ജീവിതം അവിടെ മനോഹരമാവുകയാണ് ചെയ്തത്. അതായത് ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളെയും എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതിനോട് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും മികച്ച രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ആരോടും പരിഭവങ്ങളും പരാതികളൊന്നും കാണിക്കാതെ നല്ലൊരു മനുഷ്യനാവാൻ, നല്ലൊരു വ്യക്തിയാവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുവാനും ഈ മണ്ണിൽ ഇങ്ങനെ ജീവിക്കാനും നമുക്ക് കഴിയുന്നില്ലേ? അതുതന്നെയാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് ഈ ജീവിതയാത്ര ഒരു വിനോദയാത്രയാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അത് ആസ്വദിക്കുക, ആഘോഷിക്കുക, സന്തോഷിക്കുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നല്ലൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.